ഹലോ, ഞാൻ പ്രതാപൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ വിവരങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതറിയണമെന്ന് നിർബന്ധമാണ്. കാരണം നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണപ്പെടുന്നത് എന്താണോ അതിനെ നമുക്ക് സോഫ്റ്റ് കോപ്പി എന്നാണ് അറിയപ്പെടുന്നത്. മറിച്ച് നമ്മൾ ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയവ ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുത്ത് ആണെങ്കിൽ അതിനെ നമുക്ക് ഹാർഡ് കോപ്പി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം MS വേഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, പവർ പോയിൻ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഏതൊരു ആപ്ലിക്കേഷനിൽ തയ്യാറാക്കിയ വിവരങ്ങളും നമുക്ക് പേപ്പറിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രധാനമായും നമ്മുടെ കമ്പ്യൂട്ടർ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ആ ഡിവൈസിലൂടെ നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എടുക്കുന്ന പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലാദ്യം പേജ് സെറ്റപ്പ് നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു മാറ്റം തയ്യാറാക്കിയാലും അത് അതേപടി അതേ രൂപത്തിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല പ്രിൻ്റ് വരുന്നത്. ചിലപ്പോൾ തയ്യാറാക്കിയത് കളറിലാണെങ്കിൽ പ്രിൻ്റ് എടുക്കേണ്ടത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ കളറിൽ തന്നെ ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അതേ അവസരത്തിൽ കളറിലെടുത്തതിനെ നമുക്ക് കളറിൽ തന്നെ കിട്ടാനും കളറിൽ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ സെറ്റിങ്സുകളെല്ലാം നമ്മൾ നടത്തിയിരിക്കണം. അതിനെയാണ് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേജ് സെറ്റപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മാറ്റർ എല്ലാം പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രൂഫ് റീഡിങ്ങും എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പ്രിൻ്റ് പ്രിവ്യൂ ആണ്. നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്ററിൽ ലഭ്യമാകുമ്പോൾ, പ്രിൻ്ററിലൂടെ പേപ്പറിൽ ലഭ്യമാകുമ്പോൾ അത് ഏത് രൂപത്തിലായിരിക്കുമെന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് പ്രിവ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണോ കാണുന്നത് അതേ രീതിയിലായിരിക്കും നമുക്ക് പ്രിൻ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിൻ്റ് ഔട്ട് വരുമ്പോൾ നമ്മൾ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ പേജിൻ്റെ മാർജിനുകളോ പേജിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പേപ്പറിൽ നമുക്ക് നമ്മുടെ മാറ്ററിനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് മാറ്ററിലാണ് നമ്മൾ ഏത് രീതിയിലാണ് വേണ്ടുന്നതെന്നുള്ളത് നമ്മുടെ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് വിട്ട് കൂടുതലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പേപ്പറിൻ്റെ ഹൈറ്റിൻ്റെ രീതിയിൽ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒരു പേജിൽ അടക്കം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിലാണ് നമ്മളതിന് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അത് പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പം നമ്മൾ നടത്തുന്ന പേജ് സെറ്റപ്പിൻ്റെ എല്ലാ സംവിധാനങ്ങളും പ്രാവർത്തികമായോ എന്ന് പ്രിൻ്റ് എടുത്ത് നമ്മുടെ പേപ്പർ വേസ്റ്റാക്കണ്ട, നമ്മുടെ ടൈം വേസ്റ്റാക്കണ്ട, പ്രിൻ്ററിൻ്റെ ഇങ്ക് അതായത് കോസ്റ്റ് കുറയ്ക്കാം. നമുക്കറിയാം ഒരു പ്രിൻ്റർ എന്ന് പറയുന്നത് അതിനകത്തൊരു ഇങ്കിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾക്ക് പ്രിൻ്റ് വരുന്നത്. അപ്പം അതിനകത്ത് ഇങ്ക് നിറയ്ക്കപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾ ആണ് എപ്പോഴും നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതോടൊപ്പം കുറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും അത് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പേപ്പർ വേസ്റ്റാക്കാതിരിക്കാനും നമ്മുടെ സമയം ലാഭീകരിക്കാനും അതേപോലെ തന്നെ പ്രിൻ്ററിൻ്റെ കാര്യക്ഷമത കുറയാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യഘട്ടങ്ങളിൽ പേജ് സെറ്റപ്പ് നടത്തി അത് പ്രാവർത്തികമായോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് പ്രിവ്യൂ ചെയ്ത് അത് ഉറപ്പുവരുത്തിയതിന് ശേഷമേ നിങ്ങൾ ഒരു മാറ്റർ പ്രിൻ്റ് ചെയ്യാൻ ശ്രമിക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ സമയനഷ്ടം, അതേപോലെ തന്നെ നമ്മുടെ പേപ്പറുകൾ അനവധി വേസ്റ്റാകും, അതുപോലെ തന്നെ പ്രിൻ്ററിൻ്റെ കാര്യക്ഷമതയിൽ വ്യത്യാസമുണ്ടാകും. അത് നമുക്കറിയാം, പ്രിൻ്റർ പല ടൈപ്പിലുള്ള പ്രിൻ്ററുകൾ മാർക്കറ്റിലുണ്ട്. അതായത് ഡോട്ട് മെട്രിക് പ്രിൻ്റർ മുതൽ ഇപ്പോഴത്തെ ലേസർ പ്രിൻ്റർ വരെ വളരെ ഫാസ്റ്റിൽ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ വരെ നമുക്ക് നിലവിലുണ്ട്. ഒരു മിനിറ്റിനുള്ളിൽ ഇത്ര പേപ്പറുകൾ പ്രിൻ്റ് ചെയ്യാം, ഇത്ര ലൈനുകൾ പ്രിൻ്റ് ചെയ്യാം. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രിൻ്ററിൻ്റെ കാര്യക്ഷമതയെ മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളത് 10-100 പേജുള്ള ഒരു മാറ്റം ഒറ്റയടിക്ക് പ്രിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേജ് ഒന്നിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. പക്ഷേ എങ്കിൽ നമ്മൾ പേജ് സെറ്റപ്പ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കില്ല. നമ്മുടെ പേപ്പർ വേസ്റ്റ്, ടൈം വേസ്റ്റ്, നമ്മൾ അത്രയും സമയം നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചതിൻ്റേതായ നമ്മുടെ സമയവും നഷ്ടമായിട്ട് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേജ് സെറ്റപ്പ് നടത്തിയ സെറ്റപ്പുകളെല്ലാം പ്രോപ്പറായിട്ട് സെറ്റിങ്സുകൾ കറക്റ്റായിട്ട് തന്നെയാണോ നമുക്ക് പ്രിൻ്റ് ഔട്ടിലേക്ക് വരുന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി പ്രിൻ്റ് പ്രിവ്യൂ നോക്കുക, അതിനുശേഷമേ
നമ്മൾ പ്രിൻ്റ് ഉപയോഗിക്കാവൂ. നിലവിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ പുതിയ കമാൻഡ് പുതിയ MS ഓഫീസിൻ്റെ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുമ്പോൾ പുതിയ വെർഷനിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊറ്റ ഒരു കമാൻഡിലാണ് പ്രവർത്തിക്കുന്നത്. പേജ് സെറ്റപ്പ് ആയാലും പ്രിൻ്റ് പ്രിവ്യൂ ആയാലും പ്രിൻ്റ് ആയാലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് സെറ്റപ്പിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം ഈസി ആയിട്ട്. അത് സെപ്പറേറ്റ് ചെയ്തിടണം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം വേണമെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ MS വേഡിൻ്റെ പ്രോഗ്രാമിലേക്ക് പോവുക. പേജ് സെറ്റപ്പ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ലേഔട്ട് എന്ന് പറയുന്ന മെനു ആണ്. ലേഔട്ട് മെനുവിലാണ് നമുക്കത് ക്രിയേറ്റ് ആയി വരുന്നത്. അതിൽ നിന്ന് നമ്മൾ ലേഔട്ടിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ഓപ്ഷനുകളുണ്ട്. ഫസ്റ്റ് വണ്ണ് നമുക്കതിൻ്റെ മാർജിനുകളാണ്, പേജിൻ്റെ മാർജിനുകളാണ്. ലെഫ്റ്റ് സൈഡിൽ മാർജിൻ എത്രത്തോളം നിശ്ചിത അകലം ക്രമീകരിക്കണം, റൈറ്റ് സൈഡിൽ അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൾറെഡി. നോർമലി വരുന്നത്, അതായത് ഡിഫാൾട്ടിൽ വരുന്നത് നോർമലാണ്, അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പം ചില മാറ്ററുകളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഇത്രയാണ് മാർജിൻ, ഇത്ര സ്പേസ് വേണിരിക്കണം, അല്ലെങ്കിൽ ലെഫ്റ്റിൽ ഇത്ര ആയിരിക്കണം, ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ഈ 3-4 സൈഡുകളിലും അതായത് മാർജിൻ്റെ സംവിധാനം എവിടെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതെല്ലാം നമുക്ക് യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കസ്റ്റം മാർജിനാണ് വേണ്ടുന്നുണ്ടെങ്കിൽ കസ്റ്റം മാർജിൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുക. ലെഫ്റ്റിൽ എത്രയാണ്, ടോപ്പിൽ എത്രയാണ്, റൈറ്റ് എത്രയാണ്, ഗഡർ. അതുപോലെ തന്നെ നമുക്ക് ഈ പേപ്പറുകളൊക്കെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. സ്പൈറൽ ബൈൻഡിങ് പോലെയുള്ളവയൊക്കെ സമയത്ത് ഒരു നിശ്ചിത അതായത് മാർജിൻ ലെഫ്റ്റ് സൈഡിൽ ക്രമീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗഡറിൻ്റെ ഒരു സംവിധാനം പറയുന്നു. ഗഡറിൻ്റെ പൊസിഷൻ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ടോപ്പിലാണോ. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ബൈൻഡിങ് ചെയ്യുന്നത് ഒന്നുകിൽ ടോപ്പ് ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയിരിക്കാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ, അതായത് നമ്മൾ കൊടുക്കുന്ന മാർജിനുകൾ അപ്ലൈ ചെയ്യേണ്ടത് മാർജിന് മൾട്ടിപ്പിൾ പേജുകളിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കറണ്ട് പേജിലാണോ എന്നുള്ളതെല്ലാം ഉണ്ട്. അപ്ലൈ ടു ആ 2 സംവിധാനം നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുത്താൽ മതി. അതല്ല പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ മാർജിനൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ ലഭ്യമാണ്. അടുത്തത് നമുക്ക് വരുന്നത് ഓറിയൻറ്റേഷനാണ്. അത് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നുള്ളത് തയ്യാറാക്കുക. പേജിൻ്റെ നമുക്ക് ഹൈറ്റ് ഭാഗമായിട്ട് പ്രിൻ്റ് ചെയ്യാനാണോ അതല്ല വിഡ്ത്ത് ഭാഗമായിട്ട് പ്രിൻ്റ് ചെയ്യണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ പേപ്പറിൻ്റെ സൈസ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സാധാരണ പ്രിൻ്റ് എടുക്കുന്ന എല്ലാ പേപ്പറുകളുടെയും സൈസ് A4 സൈസാണ്. ശ്രദ്ധിക്കുക, A4 ആണ്. എന്നാൽ വലിയ ഡ്രോയിങ്സ് ഒക്കെ നടത്തി, അതായത് ആട്ടോകോഡ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ, വീടിൻ്റെ പ്ലാനുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ കൺസ്ട്രക്ഷനുകളുമായി ബന്ധപ്പെട്ട പ്രിൻ്റ് ഔട്ടുകൾ ഡ്രോയിങ്സ് നടത്തിയിരിക്കുന്നതൊക്കെ പ്രിൻ്റ് എടുക്കുന്ന സൈസുകൾക്ക് വ്യത്യാസമുണ്ട്. A5-ഉം A3-യും അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന ചെറിയ ലെറ്റർ എഴുതുന്ന കവറുകളിലൊക്കെ നമുക്ക് അഡ്രസ്സൊക്കെ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതാണെന്ന് യൂസ് ചെയ്യുക. അടുത്തത് പേജ് സെറ്റപ്പിനകത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് കോളമായിട്ട് തിരിക്കാം. നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കോളമായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 കോളമായിട്ട് തിരിച്ചു. എത്ര കോളം വേണമെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യാം. അടുത്തത് പേജ് ബ്രേക്ക്. അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞു. നമുക്ക് MS വേഡിനകത്ത് ഒരു പേജിനകത്ത് മാറ്റം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത പേജ് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാർഗം Ctrl Enter കൊടുത്താൽ മതി. അതേ സംവിധാനം തന്നെ ബ്രേക്കിനകത്തുണ്ട്. അടുത്തത് നമുക്ക് ലൈൻ നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈൻ നമ്പർ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ഓപ്ഷനായിട്ട് വരുന്നതും. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ലൈൻ നമ്പർ കണ്ടിന്യൂസ് പറയുക. അതിനകത്ത് തന്നെ പല ഓപ്ഷനുകൾ വരുന്നുണ്ട്. റീസ്റ്റാർട്ട് ടു ഈച്ച് പേജ്. ഓരോ പേജിലും ലൈൻ നമ്പർ പുതിയതായിട്ട് തുടങ്ങണം. 1 തുടങ്ങി 1 മുതൽ 100 വരെ ഒരു പേജ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത പേജിൽ പോകുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, വീണ്ടും നമുക്ക് 1 തന്നെ സ്റ്റാർട്ടാവും. അതല്ല കണ്ടിന്യൂസ് ആണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഹൈഫനേഷനാണ്. അത് നമുക്ക് സാധാരണ MS വേഡിനെ സംബന്ധിച്ചിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പണ്ട് നമ്മൾ ഒരു നോട്ട്ബുക്കിലൊക്കെ എഴുതുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്ന ഒരു വേഡ് നമുക്ക് ആ സ്പേസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈഫൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ MS വേഡ് പോലെയുള്ള ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഒരു ആവശ്യകത വരുന്നില്ല. ഒരു വേഡ് ഒരു പേജിൻ്റെ മാർജിൻ്റെ എൻഡിൽ വരുന്നതിന് മുമ്പ് മുറിയുകയാണെങ്കിൽ ഒന്നുകിൽ അത് അടുത്ത പേജിലേക്ക് അടുത്ത ലൈനിലേക്ക് അത് ക്രമീകരിച്ച് തരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യകതയൊന്നും വരുന്നില്ല. അങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ ഹൈഫനേഷൻ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കാക്കി ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലെ മാർജിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ വേഡ് മുറിയുകയാണെങ്കിൽ ആ വേഡിൻ്റെ 3-4 ക്യാരക്ടർ ഫസ്റ്റ് ലൈനിലും അവിടെ ഒരു ഹൈഫൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ലൈൻ അവിടെ ഒരു വര ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം അടുത്ത ലൈനിലേക്ക് ആ ബാലൻസ് ആ വേഡിൻ്റെ ബാക്കി ലെറ്റേഴ്സ് ക്രിയേറ്റ് ആവുന്നുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ആവശ്യകതയില്ല. പിന്നെ നമുക്ക് മാർജിനുകൾ അറേഞ്ച് ചെയ്യാനാണ്. അത് രണ്ടും നമ്മൾ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതിയാവും. അപ്പം ഇവിടെ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് മാർജിൻ അറേഞ്ച് ചെയ്യാം, ലെഫ്റ്റും റൈറ്റും. അത് ലെഫ്റ്റിൽ എത്ര പോയിൻ്റ് മാറ്റിയാണെന്നുള്ളത്
ഇവിടെ നമ്മൾ ക്രമീകരിച്ചാൽ മതി, അതിനനുസരിച്ച് ഇത് മാറും. അതേപോലെ തന്നെ ബോട്ടമിൽ റൈറ്റ് സൈഡിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അവിടെ എത്രയാണെന്ന് നമ്മൾ അവിടെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വ്യത്യാസപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു പേജിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് സ്പേസ് ആവശ്യമാണ്, അത് ബിഫോർ ആണോ എവിടെയാണെന്ന് കർസർ വെക്കുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് സ്പേസിങ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിനും ഇവിടെ ഓപ്ഷനുണ്ട്. അതും പേജ് സെറ്റപ്പിൽ വരുന്ന ഒരു സംവിധാനമാണ്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രിൻറ്റിലേക്ക് പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു MS വേഡിൻ്റെ പുതിയ ഒരു വെർഷൻ ആണെങ്കിൽ നമുക്കിത് 3 കമാൻഡുകളോട് ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ സെപ്പറേറ്റ് നോക്കണ്ട. പക്ഷേ നമ്മൾ നേരത്തെ ഉപയോഗിക്കപ്പെടുന്ന MS വേഡിൻ്റെ പതിപ്പുകളിലെല്ലാം നമുക്ക് പേജ് സെറ്റപ്പ് സെപ്പറേറ്റ് ആണ്, പ്രിൻ്റ് പ്രിവ്യൂ സെപ്പറേറ്റ് ആണ്, പ്രിൻ്റ് സെപ്പറേറ്റ് ആണ്. പക്ഷേ നമുക്ക് പുതിയ വെർഷനുകളിൽ ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് ഒറ്റയടിക്ക് ഒറ്റ ഒരു കമാൻഡിലൂടെ തന്നെ നമുക്ക് അവിടെ തന്നെ സെറ്റിങ്സുകളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, നമ്മുടെ സ്ക്രീനിൽ പ്രിൻ്ററിൻ്റെ ഒരു പടമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രിൻ്ററുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പവറെല്ലാം ഓണാക്കിയതിന് ശേഷം പേപ്പറെല്ലാം വെച്ചതിന് ശേഷം, അതല്ലെങ്കിൽ പലതരത്തിലുള്ള എററുകൾ വരാം. പ്രിൻ്റ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പ്രിൻ്റ് എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയനഷ്ടം, അതേപോലെ തന്നെ പേപ്പർ വേസ്റ്റ് ആവും, അതുപോലെ തന്നെ പ്രിൻ്ററിൻ്റെ കാര്യക്ഷമതയിൽ വ്യത്യാസം വരും, അതിന് പെർഫോമൻസ് കുറയാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഫൈനൽ ഘട്ടത്തിലെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്രിൻ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള എററുകൾ വരും. അപ്പോൾ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ പ്രിൻ്ററിൽ വരുന്ന എററുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, ചിലപ്പം പേപ്പർ ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുമായിട്ട് എറർ വരാം. അതേപോലെ തന്നെ പ്രിൻ്ററിൻ്റെ കാട്രിഡ്ജ് തീർന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ഇങ്ക് തീർന്നിട്ടുണ്ടെങ്കിൽ എറർ വരാം. പവർ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വരാം. അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന മാർജിൻ്റെ സെറ്റിങ്സും മറ്റുള്ളതുമൊക്കെ തെറ്റാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ പ്രിൻ്ററിൽ എറർ വരാം. അത് നോക്കി വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ, അതായത് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. അത് ഓരോ പ്രിൻ്ററിനും വ്യത്യസ്ത രീതിയിലായിരിക്കും വരുന്ന എറർ. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് ഫൈനലൈസ് പോകാവൂ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിൻ്ററിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. പ്രിൻ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+P കൊടുത്താൽ മതി. കൺട്രോളും പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. Ctrl+P ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചില പ്രിൻ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് Ctrl+P കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രിവ്യൂ ഒന്നും കാണിക്കാതെ ഡയറക്റ്റ്ലി ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ പ്രിൻ്റ് ആവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓപ്ഷൻ വഴി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൻ്റെ ചാനലുകളുള്ളവരാണെങ്കിൽ ദയവായി എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എൻ്റെ വീഡിയോകൾ നിങ്ങൾ എത്തിച്ചു കൊടുത്ത് അവരെ കൊണ്ട് വാച്ച് ചെയ്യാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ പ്രിൻറ്റിലേക്ക് പോവുകയാണ്. പ്രിൻ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു സ്ക്രീൻ, അതിനകത്ത് പ്രിവ്യൂ ഉണ്ട്, നമുക്ക് കിട്ടുന്ന മാറ്റം. അതിനകത്ത് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഏത് ടൈപ്പ് പ്രിൻ്ററാണെന്ന് വെച്ചാൽ അത് നമ്മൾ മെൻഷൻ ചെയ്യുക. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിൻ്ററിൻ്റെ പേര് അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. പിന്നെ പ്രീസെറ്റ്സ് ആകുമ്പോൾ ഡീഫാൾട്ട് അവിടെ എന്തൊക്കെ സെറ്റിങ്സ് ആണോ അത് തന്നെ അലോ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേജിൻ്റെ തന്നെ എത്ര കോപ്പികൾ വേണം. ഇപ്പോൾ ഒരു 10 പേജ് ഒരു ഫസ്റ്റ് പേജിൻ്റെ ഒരു 10 കോപ്പിയാണ് നമുക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കോപ്പി സ്പെസിഫൈ ചെയ്യുക. പക്ഷേങ്കിൽ ഒരാൾക്ക്, അതായത് ഒരു മാറ്റർ തന്നെ ഒരു 4-5 പേർക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളതിനെ കോപ്പിയാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ സെപ്പറേറ്റ് 5 പേർക്കും പ്രിൻ്റ് ഔട്ട് 5 തവണ നമ്മൾ പ്രിൻ്റ് പറയുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ കോപ്പീസ് പറയുക. ആ കോപ്പീസ് പറയുമ്പോൾ കൊളേറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പേജ് തീർന്നതിന് ശേഷം അടുത്ത പേജ് ആണ് നമ്മൾ നോർമലി 5 പേജുകൾ അല്ലെങ്കിൽ 10 പേജുകളുള്ള ഒരു മാറ്റർ പ്രിൻ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കൊളേറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് 5 കോപ്പി പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പേജിൻ്റെ 5 കോപ്പി വന്നതിനു ശേഷം മാത്രമേ അടുത്ത രണ്ടാമത്തെ പേജിൻ്റെ 5 കോപ്പി വരെയുള്ളൂ. അതാണ് അതിനുദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മാറ്റർ കളറിലാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഷോ ചെയ്യത്തുള്ളൂ. അവിടെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മാറ്റർ കളറിലാണെങ്കിലും പക്ഷേ പ്രിൻ്റ് വരുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. എന്നാൽ ഇത് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരും. അടുത്തത് പേജസ് പറയാം. 100 പേജ് ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ 1 മുതൽ 50 വരെ പേജ് പ്രിൻ്റ് ചെയ്താൽ മതി, അങ്ങനെ പ്രിൻ്റ് ചെയ്യാം. ഒരു പേജ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പേജിൻ്റെ റേഞ്ചുകൾ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇപ്പം നമുക്ക് 1, 5, 10 പേജുകൾ മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 1, 5, 10 എന്ന് സ്പെസിഫൈ ചെയ്താൽ അതാണ് പേജ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഫ്രം ടു ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് 100 പേജ് ഉണ്ടെങ്കിൽ 10 മുതൽ 20 പേജ് വരെ മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് നമുക്ക്
ഫ്രം പറയാം. അടുത്തതൊരു സെലക്ഷൻ ഉണ്ട്. നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ട് മാത്രം നമുക്ക് പ്രിൻ്റ് പറയാം. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രിൻ്ററിലേക്ക് നിർദ്ദേശം പോകുന്നു. നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്ത് തുടങ്ങാൻ നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും. അതിൽ നിന്ന് പ്രധാനമായും മറ്റൊരു കാര്യം കൂടെ ഓർക്കുക, MS വേഡ് പോലെയുള്ള പുതിയ ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ ഫയലിനെ ഈസി ആയിട്ട് PDF ആക്കി മാറ്റാൻ പറ്റും. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫയൽ ഫോർമാറ്റിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. അപ്പം ഇത്രയുമാണ് നമ്മൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എൻ്റെ വീഡിയോ എത്തിക്കുക. ഓക്കേ.